ശ്ലീഹാകാലം 6-ാം ഞായർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അന്ധന് കാഴ്ച, ഊമൻ സംസാരിക്കുന്നു, പിളവിൻ്റെ നാഥനോട് അപേക്ഷിക്കുക. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരുടെ മേൽ അനുകമ്പ തോന്നി. ദൈവരാജ്യ പ്രഘോഷണമാണ് യേശുവിൻ്റെ പ്രഥമ പരിഗണന. എന്നാൽ പോകും വഴി ജനങ്ങളുടെ രോഗങ്ങളും വ്യാധികളും കണ്ടപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി. അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിനോടൊപ്പം സമാന്തരമായി സാമൂഹ്യ സേവനവും ആരംഭിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് സുവിശേഷ വായനയിൽ കാണുന്നത്. ഇന്നും സഭയുടെ സത്വര പരിഗണനയിലുള്ള വിഷയമാണിത്. തൻ്റെ ശിഷ്യരെ സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കുമ്പോൾ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനുമുള്ള അധികാരം നൽകുന്നതായി നാം കാണുന്നു. 2% മാത്രം ക്രൈസ്തവ ജനസംഖ്യയുള്ള ഭാരതത്തിൽ സാമൂഹ്യ പ്രവർത്തന വിഷയത്തിൽ ഇതര എല്ലാ ജാതിക്കാർ ഒന്നിച്ചു ചേർന്നാൽ പോലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വിഭാഗം ക്രൈസ്തവ സമൂഹം തന്നെയാണ്. ലക്ഷക്കണക്കിന് ആശ്രിതർക്കാണ് സഭ ശുശ്രൂഷ നൽകുന്നത്. എന്നാൽ സാമൂഹ്യ സേവനവും ആതുര ശുശ്രൂഷയുമൊക്കെ ഇന്ന് വരുമാന സ്രോതസ്സുകളായി പരിണമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ഒരു ആത്മശോധന വിഷയമാണ്. യേശുനാമത്തിലുള്ള ഏതു ശുശ്രൂഷയും സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. ലാഭേച്ഛ കൂടാതെ യേശുവിൻ്റെ സംരക്ഷണയിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ശുശ്രൂഷകളായിരിക്കണം അവ എന്ന് മാത്രം. ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ തൻ്റെ ധനസ്ഥിതിയും തൻ്റെ പ്രതാപവും ശക്തിയുമല്ല വിജയത്തിനടിസ്ഥാനം എന്ന തിരിച്ചറിവുണ്ടാകണം. ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിവെച്ചത്. ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ വടിയോ ചെരുപ്പോ പണസഞ്ചിയോ ഭക്ഷണപ്പൊതിയോ ഒന്നും തന്നെ ആവശ്യമില്ല. തലചായ്ക്കാനിടമില്ലാതെ ദരിദ്രമായ അവസ്ഥയിൽ ജനിച്ച് ജീവിച്ച യേശുവിൻ്റെ മാതൃക തന്നെയാണ് ക്രിസ്തു ശിഷ്യരും പിന്തുടരേണ്ടത്. ബാങ്ക് ലോൺ വാങ്ങി യേശുവിൻ്റെ പാപങ്ങളെ ശുശ്രൂഷിക്കുവാൻ വമ്പൻ കോർപ്പറേറ്റ് പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചിട്ട് അവ നടത്തിക്കൊണ്ടു പോകുവാനുള്ള തത്രപ്പാടിൽ സകല ദൈവിക മൂല്യങ്ങളും ചവിട്ടിമെതിക്കപ്പെടുകയാണിപ്പോൾ. സാങ്കേതികത്വത്തിൻ്റെ പേരിൽ വലിയ പ്രതിഫലം വാങ്ങി നാം നടത്തിക്കൊണ്ടു പോകുന്ന പ്രസ്ഥാനങ്ങൾക്ക് ദൈവരാജ്യ മൂല്യങ്ങളുമായി പുലബന്ധം പോലുമില്ല. ലാളിത്യത്തിനും ആധ്യാത്മികതയ്ക്കും യാതൊരു മാറ്റമില്ലാത്ത കാലം. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വില കുറഞ്ഞ പിന്തിരിയൻ ചിന്താഗതക്കാരും വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നവരുമാണ്. ചർച്ചകളിൽ നിന്നും സമ്മേളനങ്ങളിൽ നിന്നും അവർ അകറ്റപ്പെട്ട് നിർത്തപ്പെടുന്നു. ഇങ്ങനെ സുവിശേഷ മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന നവസുവിശേഷ പ്രഘോഷകരെ നോക്കി കർത്താവ് പറയുന്നു: മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ, നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാരായ നിങ്ങൾക്ക് ആടുകളെയല്ലേ പോറ്റേണ്ടത്? ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല, മുറിവേറ്റതിനെ വെച്ചു കെട്ടിയില്ല, വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവന്നില്ല, കാണാതായതിനെ തേടിയില്ല. മറിച്ച് അവയോട് നിങ്ങൾ ക്രൂരമായി പെരുമാറി. എന്നാൽ അവ ചിന്നിച്ചിതറി. വചനം ശ്രവിച്ച് തെറ്റുതിരുത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്തിന് ഞാൻ അറുതി വരുത്തും. പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെ അന്ധനെ സുഖപ്പെടുത്തുകയും ഊമന് സംസാരശേഷി നൽകുകയും ചെയ്ത ഇന്നത്തെ സുവിശേഷത്തിലെ യേശു നമ്മെ വെല്ലുവിളിക്കുകയാണ്. പരിഭ്രാന്തരും നിസ്സഹായരുമായ അനേകം പേർ നമുക്കിടയിൽ ചിന്നിച്ചിതറി കിടക്കുകയാണ്. നമ്മുടെ ആളുകളും അർത്ഥവും സാങ്കേതിക മേന്മയും കൂടുതലായി ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് ചിലവഴിക്കപ്പെടുന്നില്ലെങ്കിൽ മണലിൽ ഭനം പണിത ഭോഷന് തുല്യമായിരിക്കും നമ്മുടെ നേട്ടങ്ങൾ.